ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതേപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മക്കളെ പോലെ വന്ന് ഭയങ്കര സ്നേഹം കാണിക്കുന്ന കുറെ പേരുടെ ആളുകൾ അതിൽ ഹണി റോസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹണി റോസിനെതിരായിട്ട് ഇപ്പം ബോഡി ഷെയ്മിങ് കമന്റ് വന്നു, ലൈക്ക് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നു. ആൻഡ് രാഹുൽ ഈശ്വറിനെ പോലെ കുറെ പേര് ബോച്ചയുടെ സൈഡിൽ നിന്ന് സംസാരിച്ചു. അപ്പോൾ ചേച്ചിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ സ്വന്തം ഇൻഡസ്ട്രിയിലുള്ള ചേച്ചി മകളെ പോലെ കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക്? ഞാൻ മോളെ ഡ്രസ്സ് എൻ്റെ പിന്നെ ബോച്ചെ എന്ന് പറയുന്ന പിന്നെ ആൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എവിടെയോ ഒരു കാര്യം ഇങ്ങനെ രണ്ടുമൂന്ന് വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ബോഡി ഷേമിങ്ങിനെ പറ്റി ഒരു ആർട്ടിസ്റ്റിനെ ചേർത്ത പുള്ളി സംസാരിച്ചത്, കണി ചേർത്ത് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ആ പറച്ചിലിൽ നമുക്കായാലും വേദന തോന്നും പെട്ടെന്ന്. ഇപ്പോൾ എന്നെയാണ് പറഞ്ഞെങ്കിൽ എനിക്കത് വിഷമമുണ്ട്. ഓരോരുത്തരെ പറ്റി ഓർക്കണം. അത് എന്നെ ആയിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞത് നമുക്ക് വിഷമമുണ്ടാവും, പിന്നെ അത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. പക്ഷെ ഹണി അത് വളരെ ചിരിച്ചുകൊണ്ട് മുഖത്തൊരു മാറ്റവും വരാതെ അവിടെ നിന്നത് എന്താ പറയണേ, അത് അവിടെ നിന്ന് പോകുന്ന ഒരാളാണ്. അത് ആ കുട്ടിയുടെ മാന്യത, മര്യാദ. ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതെ, ചിലർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് പിന്നീട് ഓർക്കുമ്പോഴായിരിക്കും അങ്ങനെ റിയാക്ട് ചെയ്താൽ മതിയെന്ന് തോന്നുന്നത്. അതെ, പക്ഷേ ചില ആൾക്കാർ അപ്പത്തിന് റിയാക്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്. അതെ അതെ അതെ. ഇപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിന് പകരം വേറെ ആളായിരുന്നു ചിലപ്പോൾ കയറി അടിച്ചെന്നും ഇരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ വലിയൊരു വിഷയത്തിലോട്ട് പിന്നെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ആ കുട്ടി അതിനെ വളരെ മാന്യമായിട്ട് തന്നെ അവിടുന്ന് ആ വേദി വിടുകയും അത് പിന്നെ മറന്ന വിഷയമായിട്ട് പിന്നീടുള്ളതിനകത്ത് പറച്ചിലാണ് അതിന് വിഷമം ഉണ്ടായത്. വേറെ ആരോ ചോദിച്ചപ്പം പല രീതിയിലുള്ള വീണ്ടും അതിനെ കുത്തിയുള്ള. പക്ഷേ അങ്ങനെ ഒരു പാവം മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എനിക്ക് അടുപ്പവും പരിചയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രശ്നമായിപ്പോയത്. ആ വാക്കുകളൊന്ന് സൂക്ഷിച്ചും കണ്ടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. അതെ, നമുക്ക് സ്വാതന്ത്ര്യം ഉള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളാ തീരുമാനിക്കുക വേണോ വേണ്ടയോ എന്നുള്ളത്. ഹണി കാണിക്കുള്ള ഡ്രസ്സ് ഇടുന്നു. പിന്നെ ആ കുട്ടി ഇട്ടിട്ടും ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടി, നല്ല അഴകുള്ളൊരു കുട്ടി. ആ കുട്ടി ഡ്രസ്സ് ഇടുമ്പോൾ അതിന് യോജിക്കുന്നുണ്ട്. ആ ഡ്രസ്സല്ല എല്ലാവർക്കും അത് ഇട്ട് കഴിഞ്ഞാൽ ചേരത്തില്ല, എല്ലാവർക്കും ഇട്ടാൽ ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അത് നല്ല ചേരുന്നുണ്ട്, നല്ല ഭംഗിയാണ്. അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് ആ ഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്ന നമ്മൾ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നത്. സമൂഹത്തിലിറങ്ങി പറയുമ്പോൾ അത് പെണ്ണിനെ മാത്രമല്ല, തിരിച്ച് പുരുഷന്മാർ ഒരു പെണ്ണിരുന്നിട്ട് ആണിനെ മോശമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല, ഒരു പെണ്ണിനെ മോശമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അതിന് നമ്മൾ മര്യാദയും മാന്യതയും കൊടുക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വസ്ത്രധാരണം നോക്കിയിട്ട് ഒരാളുടെ സ്വഭാവം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? അല്ല, എന്തിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഹണി അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു. ഹണി എന്ത് പാവം ക്യാരക്ടറാണ്, എന്ത് മര്യാദ ഉള്ള കൊച്ചാന്നറിയാം. എന്നെ എവിടെ കണ്ടാലും ഓടി വന്നിട്ട് ആയി പനവ ചേച്ചി സുഖമാണ് ചേച്ചി എന്നൊക്കെ ചോദിച്ചാൽ പിള്ളേരെയൊക്കെ ചോദിക്കാറുണ്ട്, ബാബുച്ചനെ ചോദിക്കാറുണ്ട്. ഞാനും ചോദിക്കും മോളെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു, അമ്മ സുഖമായിട്ടിരിക്കുന്നു. ആ കുട്ടി മറ്റേ വിനുമോഹൻ്റെ നായികയായിട്ട് അന്ന് ഇത്രയും സിനിമയായിട്ട് വരുന്ന സമയം അന്ന് മുതലുള്ള പരിചയം എനിക്ക്. ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് 1-2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള അന്ന് മുതലേ അന്നും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല നേർത്ത് അവിടെ ബ്ലൗസ് നോക്കിയിട്ട് ഒരു പാവക്കുട്ടിയെ പോലെ ഒരു കുട്ടിയായിരുന്നു അന്നും. പിന്നീടാണ് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ ജയസൂര്യയുടെ നായികയായിട്ട് ട്രിവാൻഡ്രം ലോഡ്ജിനകത്ത് പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഹണി വരുന്നത്. അതിനുശേഷം പിന്നെ ഹണി കുറേ പടങ്ങൾ നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ഞങ്ങൾ പിന്നെ അമ്മയുടെ ഷോയ്ക്കൊക്കെ ഞങ്ങൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് ഡ്രസ്സൊന്നും ധരിക്കുന്നതുകൊണ്ട് മാത്രം ഈ പറയുന്നത് ഞാൻ തന്നെ ചില ഡ്രസ്സുകൾ ഇട്ടിട്ട് പോയിട്ട് തന്നെ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്തെല്ലാം അടി കമൻറ്റുകൾ മോശം എഴുതിയിട്ടുണ്ട്, എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ എവിടെ എന്തെങ്കിലും കാണിച്ചിട്ടാണോ നടക്കണേ? ഞാൻ അത്രയും വലിയ ഈ വണ്ണമുള്ള ഞാൻ ഇത്രയും വണ്ണമുള്ള ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ട് ഇറങ്ങിയിട്ട് പോലും നമ്മളെയൊക്കെ ആൾക്കാർ മോശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടേ. കാരണം ഇപ്പോൾ എല്ലാവരും എന്നെ നല്ലത് പറയണം, നിങ്ങളും എന്നെക്കുറിച്ച് മോശം പറയാൻ പാടില്ല എന്ന് എനിക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മനസ്സിൽ. അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ എഴുതാൻ വേണ്ടി തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് നമുക്ക് സഹിക്കാൻ മേലാത്തത്. എഴുതിക്കോട്ടെ അവർ, പക്ഷെ അത് ഞാനെന്താ ഇപ്പം ഞാനൊരു ചുരിദാർ ഇടുന്നു അടക്കം, ഞാൻ എല്ലാവരും ചോദിക്കും ഈ കഴുത്തൊക്കെ വെട്ടി ഇറക്കി ഒരു ചുരിദാറായിക്കൂടെ,
ഞാനെപ്പോഴും നമുക്ക് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് എനിക്ക് അതാണ് ഇഷ്ടം പബ്ലിക്കിൻ്റെ ഇടയിൽ വരാൻ. പിന്നെ എപ്പോഴും സാരി ഉടുത്തും ഫംഗ്ഷന് ഞാൻ സാരിയെ ഉടുക്കുക. അല്ലാതെ പുറത്ത് ഞാൻ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. എനിക്ക് സാരി ഉടുത്ത് വണ്ടി ഓടിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്ത് വല്ല ഇച്ചിരി എന്തെങ്കിലും എനിക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയും കണ്ടും ഒക്കെ മേടിക്കാം. എനിക്കിഷ്ടമാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ മാർക്കറ്റിൽ പോകണം, ഞാൻ മാർക്കറ്റിലൊക്കെ പോകണം, മാസ്ക് വെച്ചൊക്കെ പോവുക. പക്ഷെ എനിക്കിതൊക്കെ കണ്ടൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ പറ്റിയ ഡ്രസ്സ് ഈ ഡ്രസ്സാണ്. അപ്പോൾ പറഞ്ഞ ഈ പറയുന്ന ഈ നമ്മളെപ്പോലെ ജനിച്ചിട്ട് വണ്ണമുള്ള പെണ്ണുങ്ങളെയും ആവശ്യമില്ലാതിരുന്ന് ഇങ്ങനെ ഓരോ ആൾക്കാരിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടാ? അപ്പം പിന്നെ ഇതുപോലെ ഇത്രയും ഭംഗിയുള്ളൊരു കുട്ടി ഈ ഡ്രസ്സ് ഇട്ട് വന്നാൽ അതിനെ പറയാത്തത് ഇങ്ങനെ പറയുന്നതിൽ അതിശക്തി ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മളിപ്പോൾ അതിനൊന്നും മാറ്റി മറിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും മര്യാദ കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.